നമസ്കാരം. മിനാർ TMT ബാലറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർണ്ണം. അവസാന ദിവസം പത്രിക സമർപ്പിച്ചത് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും ഒ രാജഗോപാലും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൂക്ഷ്മ പരിശോധനയ്ക്ക് നാളെ തുടക്കം. പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ പ്രചരണം അവസാനഘട്ടത്തിന്റെ ആവേശത്തിലേക്ക്. BJPയെ പരാജയപ്പെടുത്താൻ കേരളത്തിൽ CPM കോൺഗ്രസ് ബംഗാൾ മോഡൽ ധാരണയെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ. സംസ്ഥാനത്ത് 80ഓളം സീറ്റുകളിൽ ഇത്തരം ധാരണയെന്ന് ആരോപണം. BJP ഇല്ലാതെ ഇത്തവണ ആർക്കും ഭരിക്കാനാകാത്ത സ്ഥിതി വരുമെന്നും ഗൌഡ. UDFന് പിന്നാലെ സമ്പൂർണ്ണ മദ്യനിരോധന വാഗ്ദാനവുമായി ദേശീയ ജനാധിപത്യ സഖ്യവും. BJP സഖ്യത്തിന്റെ ദർശനരേഖ നാളെ തലസ്ഥാനത്ത് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രകാശനം ചെയ്യും. SNDP NSS വോട്ടുകൾക്ക് പുറമെ പിന്നാക്ക ദളിത് ആദിവാസി വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചും വാരിക്കോരി വാഗ്ദാനങ്ങൾ. പശ്ചിമ ബംഗാളിൽ നാളെ 5ാം ഘട്ട പോളിംഗ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും മുൻ കേന്ദ്രമന്ത്രി ദീപാദാസ് മുൻഷിയും നേർക്കുനേർ മത്സരിക്കുന്ന ഭവാനിപ്പൂരിലും ജനവിധി നാളെ. പ്രമുഖ തൃണമൂൽ മന്ത്രിമാരായ അരൂപ് വിശ്വാസ്, ജാവേദ് ഖാൻ, മനീഷ് ഗുപ്ത തുടങ്ങിയവരും പ്രമുഖ സ്ഥാനാർത്ഥികൾ. 5ാം ഘട്ട വിധിയെഴുത്തിനൊരുങ്ങി 1.25 കോടിയിലധികം വോട്ടർമാർ. തിരഞ്ഞെടുപ്പ് സീസൺ ചൂടുപിടിച്ചതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചി വിൽപ്പനയിൽ വൻ വർധന. ചിക്കൻ വിൽപ്പനയിൽ ഈ മാസം മാത്രമുണ്ടായത് 10 കോടി രൂപയുടെ വർധനവെന്ന് കണക്ക്. മലയാളികൾ ഒരു ദിവസം തിന്നു തീർക്കുന്നത് 1250 ടൺ കോഴിയിറച്ചി. ഇതിൽ 95% എത്തുന്നത് അതിർത്തി കടന്ന്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് പൂർണ്ണമായിരിക്കുന്നു. അവസാന ദിവസമായ ഇന്ന് പത്രിക സമർപ്പിച്ചവരിൽ പ്രമുഖർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ VS ശിവകുമാർ, K ബാബു, മുതിർന്ന BJP നേതാവ് ഒ രാജഗോപാൽ, പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ ഇന്ന് പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ് ആരംഭിക്കുന്നത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക മെയ് 2-ന് വ്യക്തമാകും. പത്രികകൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞതോടുകൂടി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് 3 മണിയോടെയാണ് അവസാനിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും K ബാബുവും VS ശിവകുമാറുമാണ് ഇന്ന് പത്രിക നൽകിയ മന്ത്രിസഭയിലെ അംഗങ്ങൾ. പാർട്ടി അണികളുടെ അകമ്പടിയോടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പള്ളിക്കത്തോട് ബ്ലോക്ക് ഓഫീസിലെത്തിയാണ് ഉമ്മൻചാണ്ടി പത്രിക നൽകിയത്. BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാലും പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാറും ഇന്ന് പത്രിക നൽകിയ മറ്റ് പ്രമുഖരിൽ പെടുന്നു. ഇന്നലെ 14 ജില്ലകളിൽ നിന്നായി 283 പത്രികകളാണ് ലഭിച്ചത്. ഇതോടെ ആകെ പത്രികകളുടെ എണ്ണം 912 ആയി. ഇതുവരെ ഏറ്റവും കൂടുതൽ പേർ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പത്രിക സമർപ്പിച്ചത്. 22-ന് പത്രികാ സമർപ്പണം തുടങ്ങിയെങ്കിലും അന്ന് സംസ്ഥാനത്ത് പത്രിക നൽകിയത് 29 പേർ മാത്രമായിരുന്നു. അതേസമയം തിങ്കൾ ബുധൻ ദിവസങ്ങളിലായിരുന്നു പത്രിക നൽകാൻ സ്ഥാനാർത്ഥികളുടെ കുത്തൊഴുക്ക്. തിങ്കളാഴ്ച 271, ബുധനാഴ്ച 249 പേരുമാണ് വിവിധ ജില്ലകളിലായി പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. മെയ് 2-നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഇതോടെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം MG പ്രതീഷ്, കൗമുദി ന്യൂസ്. BJPയെ പരാജയപ്പെടുത്താൻ കേരളത്തിൽ ഇത്തവണ CPM-ഉം കോൺഗ്രസും തമ്മിൽ പശ്ചിമ ബംഗാൾ മോഡൽ ധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് മുൻ കർണാടക മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ BJP നേതാവ് സദാനന്ദ ഗൌഡ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിൽ ഇങ്ങനെ 80ഓളം സീറ്റുകളിൽ ഇത്തരം അവിശുദ്ധ ധാരണ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. BJPയെ കൂട്ടുപിടിക്കാതെ ഇത്തവണ ആർക്കും 2 മുന്നണികൾക്കും ഭരണത്തിലേറാൻ കഴിയുകയില്ല എന്നും ഗൌഡ ആരോപിക്കുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. The West Bengal Congress CPM agenda is already under the discussion with the Kerala CPM and Congress. That is what I learned. In 75 to 80 constituencies, they want to have an understanding. They thought that BJP is gaining so much in last panchayat elections and all that. Either we will rule or without we, nobody can do any political activities in Kerala. That is 100% guaranteed this time. UDFന് പിന്നാലെ സമ്പൂർണ്ണ മദ്യനിരോധന വാഗ്ദാനവുമായി നാളെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക ആയ ദർശനരേഖ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് തിരുവനന്തപുരത്ത് BJP സഖ്യത്തിന്റെ ദർശനരേഖ പ്രകാശനം ചെയ്യുന്നത്. ഇത് SNDPയുടെയും NSSന്റെയും വോട്ട് ബാങ്കുകൾക്ക് പുറമെ ആദിവാസി, പിന്നാക്ക, ദളിത് വിഭാഗങ്ങളുടെ വോട്ട് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ധാരാളം വാഗ്ദാനങ്ങളാണ് ഇത്തവണ ദർശന രേഖയിൽ NDA സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. വിശദമായ റിപ്പോർട്ട്.
സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ മദ്യനിരോധനം ലക്ഷ്യമിടുന്ന NDAയുടെ തിരഞ്ഞെടുപ്പ് നയരേഖ നാളെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രകാശനം ചെയ്യും. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ മദ്യശാലകളും പൂട്ടുമെന്നും പുതിയ ഒരു ബാർ പോലും തുറക്കില്ലെന്നും പ്രകടന പത്രികയായ ദർശനരേഖയിൽ പറയുന്നു. ഭവനരഹിതരായ 5 ലക്ഷം പേർക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഭവന പദ്ധതിയിലൂടെ വീട് വച്ചു നൽകും. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മന്നത്ത് പത്മനാഭന്റെ പേരിൽ പ്രത്യേക സ്കോളർഷിപ്പ്. 5 വർഷത്തിനുള്ളിൽ ആദിവാസി മേഖലയിൽ നിന്ന് 1000 എഞ്ചിനീയർമാരെയും 500 അധ്യാപകരെയും 100 ഡോക്ടർമാരെയും 50 സിവിൽ സർവീസുകാരെയും സൃഷ്ടിക്കും. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ 10,000 കോടിയുടെ സമ്പൂർണ്ണ പുനരുദ്ധാരണ പദ്ധതി കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുമെന്നും ദർശനരേഖ പറയുന്നു. ഇത്തരം വാഗ്ദാനങ്ങളിലൂടെ SNDP, NSS, പിന്നാക്ക, ദളിത്, ആദിവാസി വോട്ടുകളാണ് BJP ലക്ഷ്യമിടുന്നത്. NDAയുടെ വികസന പദ്ധതികൾ പാരിസ്ഥിതിക സൗഹാർദ്ദമായിരിക്കുമെന്നും പത്രികയിൽ ഉറപ്പു നൽകുന്നു. നാളെ 11 മണിക്ക് നടക്കുന്ന ദർശനരേഖയുടെ പ്രകാശനത്തിൽ NDA സംസ്ഥാന ഘടക രൂപീകരണത്തിന്റെ ഔപചാരിക പ്രഖ്യാപനം ഉണ്ടാകും. ഗോത്ര മഹാസഭാ നേതാവ് CK ജാനുവിന്റെ NDA പ്രവേശനവും നാളെ നടക്കും. ന്യൂസ് ഡെസ്ക് കൗമുദി. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ നാളെ 5ാം ഘട്ട പോളിംഗ് നടക്കുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും മുൻ കേന്ദ്രമന്ത്രി ദീപാദാസ് മുൻഷിയും നേർക്കുനേർ പോരാടുന്ന ഭവാനിപ്പൂർ മണ്ഡലത്തിലും നാളെയാണ് ജനവിധി. മാത്രമല്ല, പ്രമുഖ തൃണമൂൽ മന്ത്രിമാരായ അരൂപ് വിശ്വാസ്, ജാവേദ് ഖാൻ, മനീഷ് ഗുപ്ത തുടങ്ങിയവരും നാളെ പശ്ചിമ ബംഗാളിൽ ജനവിധി തേടുന്ന പ്രമുഖരിൽ ഉൾപ്പെടുന്നു. 5ാം ഘട്ട വിധിയെഴുത്തിന് ഒരുങ്ങിയിരിക്കുന്നത് ഏതാണ്ട് 1.25 കോടിയിലധികം വോട്ടർമാരാണ്. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും അരങ്ങേറിയ വ്യാപകമായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ബംഗാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിച്ചതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചി വിൽപ്പനയിൽ വലിയ തോതിൽ വർധനവ് ഉണ്ടായതായി വിപണികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മാസം മാത്രം ചിക്കൻ വിൽപ്പനയിൽ സംസ്ഥാനത്തുണ്ടായത് ഏതാണ്ട് 10 കോടി രൂപയിൽ അധികം വിൽപ്പന ആണ്. അത്രയുമാണ് വർധനയുടെ കണക്ക്. മാത്രമല്ല, മലയാളികൾ ഒരു ദിവസം തിന്നു തീർക്കുന്ന കോഴിയിറച്ചിയുടെ കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടും. 1250 ടൺ. ഇതിൽ 95% എത്തുന്നത് അതിർത്തിക്കപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് എന്നും റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിൽ കോഴിക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കരുത്. കാരണം ആഘോഷം ഏതായാലും കോഴിക്കാണ് കഷ്ടകാലം. തിരഞ്ഞെടുപ്പിന് മേളം മുറുകിയതോടെ ഇത് അച്ചട്ടായി. ഏതു പക്ഷത്തിനു വേണ്ടി വോട്ട് പിടിക്കുന്നവരായാലും വൈകിട്ട് ചിക്കന്റെ അകമ്പടിയോടെയാണ് ലഘുഭക്ഷണം. കോഴിക്കാൽ കടിച്ചുവലിച്ച് വിശകലനം ചെയ്യുമ്പോഴേ രാഷ്ട്രീയ ചിന്തകൾ ഉണരുവെന്നാണ് നേതാക്കന്മാരുടെ വാദം. കൊടും വേനലിനെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് ചൂടിൽ കോഴി വിൽപ്പനയും മുകളിലേക്ക് തന്നെ. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 35 കോടിയുടെ ചിക്കൻ വ്യാപാരമാണ് നടന്നതെങ്കിൽ ഈ മാസത്തെ വിറ്റുവരവിൽ 10 കോടിയുടെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ദിവസം മലയാളി കടിച്ചു വലിക്കുന്നത് 1250 ടൺ ചിക്കനാണ്. ഇതിൽ 90% സംഭാവന ചെയ്യുന്നത് തമിഴ്നാടും. ഈ മാസം ഇതുവരെ 36 ടൺ ചിക്കൻ വിറ്റതായാണ് കെപ്കോയുടെ മാത്രം കണക്ക്. വേനൽക്കാലത്ത് പൊതുവെ ഡിമാൻഡ് കുറഞ്ഞ കോഴി വിപണി ഉണർന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉഷാറായതോടെയാണെന്നാണ് കച്ചവടക്കാരുടെ വാദം. രാജ്യത്തെ കോഴിയിറച്ചി വ്യാപാരം നിയന്ത്രിക്കുന്നത് കോയമ്പത്തൂരിലെ പല്ലടമാണെങ്കിലും കോഴി വളർത്തൽ, വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 4 ലക്ഷത്തിലേറെ പേർ പ്രവർത്തിക്കുന്നതായാണ് കണക്ക്. മുന്നണികളെ സംബന്ധിച്ച് അവരുടെ വോട്ടും പ്രധാനമാണ്. പണ്ടൊക്കെ ആഘോഷങ്ങൾക്കും ഹർത്താലിനുമായിരുന്നു കോഴിക്ക് ഭീഷണി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നാലും സ്വൈര്യമില്ലെന്നായി. ന്യൂസ് ഡെസ്ക് കൗമുദി. മിനാർ TMT ബാലറ്റ് ന്യൂസിൽ ഇനി ചെറിയ ഒരു ഇടവേള.